2020 ലോകകപ്പിൽ സെമി ഫൈനൽ പോലും കാണാതെ പുറത്താകുക എന്നത് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊരു മടക്കത്തിന് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹ്യൂമിലിയേഷനുമായി മാറും അത്. ദക്ഷിണാഫ്രിക്കയോടേറ്റ തോൽവിയും സിംബാബ്വെക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് നേടിയ പടുകൂറ്റൻ ജയവും ഈ രണ്ട് മത്സരങ്ങൾക്ക് ടൂർണമെൻറ്റിലെ നിയന്ത്രണം ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. കിരീടം പ്രതിരോധിക്കുക എന്ന വെല്ലുവിളി പൂർത്തീകരിക്കണമെങ്കിൽ അവശേഷിക്കുന്ന മത്സരങ്ങളിലെ ജയങ്ങൾ മാത്രം പോരാ, ഗ്രൂപ്പിലെ മറ്റ് ടീമുകളുടെ സഹായം വേണം. ഇത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ എടുത്തറിയപ്പെടുന്നത്. തലമുതിർന്ന ക്രിക്കറ്റ് പണ്ഡിതർ പോലും കരുതിയിരുന്നില്ല സിംബാബ്വെക്കെതിരെ മത്സരത്തിനിറങ്ങുമ്പോൾ പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണെന്ന്. പ്രോട്ടിയ സീനിയർ മത്സരത്തിന് തെളിയിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. എതിരാളിയുടെ ഓസ്പിൻ ട്രാപ്പ് അതിജീവിക്കുക എന്നതാണ് പ്രധാനം. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ആദ്യ ഓവറിൽ തന്നെ ഓഫ് സ്പിന്നർ വിക്കറ്റ് നൽകിയാണ് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും മടങ്ങിയത്. സിക്കന്ദർ റസ, ബ്രയാൻ ബെന്നറ്റ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ സിംബാബ്വെക്കുണ്ട്. സഞ്ജു സാംസണിന്റെ പ്ലെയിൻ 11-ലേക്കുള്ള മടങ്ങിവരവാണ് ഇതിനുള്ള പരിഹാരം. സഞ്ജു ഓപ്പണറായി എത്തിയാൽ ഓഫ് സ്പിന്നർമാരെത്തുമ്പോൾ അഭിഷേക് ശർമ്മയ്ക്കോ ഇഷാൻ കിഷനോ അഗ്രസീവായി കളിക്കേണ്ട ആവശ്യകതയില്ല. മറിച്ച് സഞ്ജുവിന് അറ്റാക്കിംഗ് റോൾ എടുക്കാം. സ്ട്രൈക്ക് റൊട്ടേഷൻ മാത്രം ചെയ്താൽ മതിയാവും. ഇടംകൈ ബോളർ ബാറ്റർമാർക്ക് ഇൻ ലെഗ് സ്പിന്നാണ് റാസയുടെ തന്ത്രമെങ്കിൽ അഭിഷേകിനോ ഇഷാനോ സ്വന്തം ശൈലിയിൽ തുടരാൻ കഴിയും. ഇവിടെ സഞ്ജുവിൻ്റെ ദൗത്യം സ്ട്രൈക്ക് റൊട്ടേഷനാക്കുകയും ചെയ്യും. സിംബാബ്വെയുടെ ഏത് സ്പിൻ പദ്ധതിയെയും തറക്കാനാവും സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് എത്തുമ്പോൾ. സഞ്ജുവിന് ഓപ്പണറുടെ കുപ്പായം തിരികെ നൽകാൻ മാനേജ്മെന്റ് തയ്യാറായാൽ അഭിഷേകോ ഇഷാനോ 3-ാം നമ്പറിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇരുവരിൽ ആരെങ്കിലും പുറത്തിരുത്താൻ മാനേജ്മെന്റ് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇഷാന് 3-ാം നമ്പർ നൽകുന്നത്. ഉചിതമായ തീരുമാനമായേക്കും. കാരണം ന്യൂസിലാൻഡ് പരമ്പരയിൽ 1 ഡൗൺ ക്രീസിലെത്തി സെഞ്ചുറിയും അർദ്ധശതകവും ഇഷാൻ കുറിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തിലക് വർമ്മയോ റിങ്കോ സിംഗോ പുറത്തിരിക്കേണ്ടി വരും. നിലവിലെ ഫോം പരിശോധിക്കുമ്പോൾ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ ഇന്ത്യ ശുഭസൂചന നൽകുന്നതല്ല. തിലക് ലോകകപ്പിൽ ബാറ്റ് ചെയ്യുമ്പോൾ 119 സ്ട്രൈക്ക് റേറ്റിലും റിങ്കു 82 സ്ട്രൈക്ക് റേറ്റിലുമാണ്. താരതമ്യം ചെയ്യുമ്പോൾ തിലകിനെയാണ് ഒഴിവാക്കുന്നതെങ്കിൽ അത് കടുത്ത തീരുമാനമായേക്കും. സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് കൂട്ടുകെട്ടാണെങ്കിൽ വിക്കറ്റ് വീഴുന്നതിനനുസരിച്ച് സൂര്യകുമാർ ഇഷാൻ അദ്ദേഹത്തെ 3-ാം നമ്പറിൽ മാറി പരീക്ഷിക്കുകയും ഉചിതമാകും. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിലനിർത്താൻ ഇതിലൂടെ കഴിയും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ വരുൺ ചക്രവർത്തി തിളങ്ങാതെ പോയതായിരുന്നു ഇന്ത്യ നേരിട്ട മറ്റൊരു തിരിച്ചടി. മധ്യ ഓവറുകളിലെ വരുണിന്റെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയായിരുന്നു ടൂർണമെന്റിലുടനീളം ഇന്ത്യയെ സഹായിച്ചതും. വരുണിന് ഓഫ് ഡേ സംഭവിച്ചതോടെ സൂര്യകുമാർ യാദവിന് മറ്റൊരു പ്ലാൻ ഇല്ലാതെ പോയി. വാഷിംഗ്ടൺ സുന്ദറിനെയും ശിവൻ ദുബെയും പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് തുടങ്ങി വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയുള്ള ബൗളർമാർ ഡഗൌട്ടിലുമുണ്ട്. അതുകൊണ്ട് സിംബാബ്വെക്കെതിരെ അക്സർ ടീമിൽ മടങ്ങിയെത്താനുള്ള സാധ്യതയുമുണ്ട്. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അടുത്ത കളിയിൽ അക്സറും സഞ്ജുവും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനിറങ്ങുമെന്നാണ് പ്രതീക്ഷയുള്ളത്.